ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ബ്രസീലായിട്ട് കളിക്കുന്നതിൻ്റെ പാർട്ട് 4 ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സെൻട്രൽ ആഫ്രിക്കയിലെ കോളനിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്ക് ആഫ്രിക്കയിൽ ഇപ്പോൾ മൂന്ന് രാജ്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ മെയിൻ കൺട്രി ബ്രസീലാണല്ലോ. ആഫ്രിക്കയിൽ നമുക്ക് 5 രാജ്യങ്ങളുണ്ട്. പിന്നെ ആഫ്രിക്കയിൽ കുറച്ചും കൂടെ വീക്ക് രാജ്യങ്ങളുണ്ട്. നമുക്ക് പറ്റുമെങ്കിൽ അവരുടെ കീഴടക്കാൻ നോക്കാം. നമ്മുടെ മിലിറ്ററി നമുക്ക് കൂട്ടാം. ആർമേഡ് കാർസ്, കോമ്പാറ്റ് വെഹിക്കിൾസ്, ആർമേഡ് കാർസ് നമ്മൾ ഫുള്ളാക്കി 200 ആക്കി. ഇനി നമുക്ക് നമ്മുടെ മിലിറ്ററിക്ക് നോക്കാം, നമ്മുടെ സറൗണ്ടിങ്സ് ഒക്കെ നോക്കാം. നമുക്കത് 1100 കോയിൻസ് നമുക്ക് കറൻസി കിട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ നമ്മുടെ സെയിലിംഗ് നേവി നമുക്ക് കുറച്ച് കൂട്ടാം. നേവിയാണ് നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പൈസ ഫുള്ള് തീർന്നിരിക്കുന്ന സുഹൃത്തുക്കളെ. ഇനി ആഫ്രിക്കയിൽ നമുക്ക് കുറച്ച് വീക്ക് രാജ്യങ്ങളുണ്ട്. നമ്മുടെ ഗുനിയ ബസോവിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. നമ്മുടെ ആർമി ഇതേ എത്തിയിരിക്കുന്നു. നമുക്കിനി നമ്മുടെ ആർമീനെ നമുക്ക് കീഴടക്കാം. ഇതേ യുദ്ധം ബോംബിടലൊക്കെ തുടങ്ങി. നമ്മൾ ജയിച്ചു. യു വോൺ ദി വാർ. ഇനി കോക്കനട്ട് ഫാമാണ് നമുക്ക് ഗുനിയ ബസാവിലുള്ളത്. നമ്മളത് ഫുൾ പ്രൊഡക്ഷൻ ആക്കി. ഇനി നമുക്ക് സെനഗൽ വേണമെങ്കിൽ കീഴടക്കാം. നമ്മുടെ ആർമി വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് സെനഗൽ കീഴടക്കാം. സെനഗൽ കോളനൈസ്. നമ്മുടെ ആർമി ഇപ്പോൾ വരേണ്ടതാണ്. അതാ വന്നു. നമ്മൾ യുദ്ധമാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ F-43 ഒക്കെ വീണ്ടും നടക്കുന്നു. സെനഗലിൽ നമ്മൾ കീഴടക്കി. വി വോൺ ദി വാർ. ഇനി നമുക്ക് അവരുടെ പ്രൊഡക്ഷൻ കൂട്ടാം. അയ്യോ, ഞാൻ അവരുടെ ആർമി കൂട്ടിയില്ല. ലോക്കൽ ആർമി നമുക്ക് 100 രൂപ വെച്ച് കൂട്ടണം. സെനഗലും നമുക്ക് ലോക്കൽ ആർമി 100 രൂപ കൂട്ടും. അപ്പോൾ നമ്മുടെ സെനഗലിൻ്റെ ലോക്കൽ ആർമി നമ്മൾ കൂട്ടിയിട്ടുണ്ട്. ദൈവത്തെ വലിയ രാജ്യങ്ങളൊക്കെ ഭയങ്കര വലുതാണ്. ബുർക്കീന ഫാസോ അതിനും പവർ കുറവാണ് കേട്ടോ. ബുർക്കീന ഫാസോ ആഫ്രിക്കയിലാണല്ലോ, നമുക്കെല്ലാവർക്കും അറിയാം. പിന്നെ ഈ ഗാബോൺ, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഇക്വട്ടോറിയൽ ഗിനിയ, ഈ രാജ്യങ്ങൾക്കൊന്നും വലിയ മിലിറ്ററി ഒന്നുമില്ല. നമ്മുടെ മിലിറ്ററി അത്യാവശ്യമുണ്ട്, കുറച്ച് കൂട്ടിയേക്കാം. നമ്മുടെ സോൾജേഴ്സൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞുണ്ട് കേട്ടോ സുഹൃത്തുക്കളെ. ഇൻഫാൻട്രി വെപ്പൺസ്, ആമേഴ്സ് എല്ലാം നമ്മൾക്ക് കൂട്ടണം. നിങ്ങൾക്ക് എല്ലാവരെയും അറിയാലോ, ഇല്ലെങ്കിൽ നമ്മൾ പാളീസാകും. നമുക്കിതേ നമ്മുടെ ഈ രാജ്യങ്ങളെ കീഴടക്കാം. നമ്മുടെ ഇക്വട്ടോറിയൽ ഗിനിയ, സ്പെയിനാണ് റൂളിങ് കൺട്രി. നമുക്ക് കോളനൈസ് ചെയ്യാം. സ്പെയിനല്ലേ, വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കണം. നമ്മളിതേ വന്ന് കോളനൈസ് ചെയ്യാൻ പോവുകയാണ്. നമ്മളിതേ യുദ്ധം തുടങ്ങി, ബോംബിട്ടു. വി ഹാവ് വോൺ ദി വാർ. അവർക്ക് മഗ്നീഷ്യം ഓറോ എന്തുവാണ് അവർക്കുള്ളത്. നമുക്ക് അവരുടെ മിലിറ്ററി കൂട്ടണം, ചെയ്യാം. പിന്നെ എങ്ങാനും ചെയ്യാം. നമ്മളിതേ ബ്രസീൽ, നമ്മുടെ വൻകര, നമ്മൾ കളിക്കുന്ന രാജ്യം, നമ്മുടെ മിലിറ്ററി നമ്മൾ കൂട്ടാൻ പോവാണ്. നമുക്ക് എല്ലാ സോൾജേഴ്സും എല്ലാം നമ്മൾ കൂട്ടണം. ക്ഷമിക്കണം കേട്ടോ സുഹൃത്തുക്കളെ. ഈ ഗെയിമിൽ എന്തെങ്കിലും ഞാൻ ചെയ്യുന്ന തെറ്റ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. കാര്യം ഞാൻ ഈ കളി കളിച്ചു തുടങ്ങിയിട്ടുള്ളൂ. നമ്മളിതേ ഗാബോണിനെയാണ് നമ്മൾ കളിക്കുന്നത്. ഗാബോണിനെ നമ്മൾ യുദ്ധം ചെയ്യുന്നു. നമ്മൾ ജയിച്ചിരിക്കുന്നു. ഒരു കാര്യം നിങ്ങളെല്ലാവരും ഓർക്കണം, ഞാൻ ഈ കുറേ നേരെ വരുന്നതാണ് ഇതൊക്കെ എഡിറ്റ് ചെയ്യുന്നത്. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം. പരമാവധി ആൾക്കാർക്ക് ലൈക്കും ഷെയറും ഒക്കെ ഷെയർ ചെയ്ത് എന്നെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. അപ്പോൾ അതേ നമ്മൾ റിപ്പബ്ലിക് ഓഫ് കോങ്കോനെ നമ്മൾ കീഴടക്കി. അവർക്ക് ഓയിൽ റിഗ്സാണ്, അത് നമ്മൾ പ്രൊഡക്ഷൻ പരമാവധി കൂട്ടി. ഇക്വട്ടോറിയൽ ഗിനിയൻ്റെ ലോക്കൽ ആർമി നമ്മൾ കൂട്ടി. ഗാബോണിൻ്റെ ലോക്കൽ ആർമി നമ്മൾ കൂട്ടി. റിപ്പബ്ലിക് ഓഫ് കോങ്കോൻ്റെ ലോക്കൽ ആർമി, ലോക്കൽ നേവി നമ്മൾ കൂട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു ഉന്മേഷം ലഭിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് കാരണമാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇനിയും ഇങ്ങനത്തെ വീഡിയോകളും പല വീഡിയോകളും ചെയ്യുന്നതാണ്. സെയിലേഴ്സും ആമോ പട്രോൾ ബോട്ട്സ്, ആംഫീബിയൻസ് ഒക്കെ നമ്മൾ കൂട്ടുകയാണ്. നമ്മുടെ എയർഫോഴ്സിൽ നമ്മൾ പൈലറ്റ്സ്, ആമോ, സർവൈലൻസ് എല്ലാം നമുക്ക് കൂട്ടണം. ഇല്ലേ പ്രശ്നവും. നമുക്ക് ഈ ബുർക്കിന ഫാസോ ലാൻഡ് ലോക്ക്ഡ് കൺട്രി അല്ലേ. അപ്പോൾ അതുകൊണ്ട് അവരെ കീഴടക്കണമെങ്കിൽ നമുക്ക് ഇത് വേണ്ടി വരും, എയർഫോഴ്സ് വേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു ധാരണ. നമുക്ക് നോക്കാം. എയർഫോഴ്സ് നമ്മൾ കൂട്ടി. സർവൈലൻസിന് 5 രൂപ, 5 × 200 1000 രൂപ എടുക്കണം. സാരം 1000 രൂപ നമ്മളിപ്പോൾ 1000 രൂപയ്ക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വീണ്ടും നമ്മുടെ ബുർക്കിന ഫാസോനെ ആക്രമിക്കാം. അപ്പോൾ എയർഫോഴ്സ് വേണ്ടല്ലേ.
ഈ ലാൻഡ് ലോക്ക്ഡ് കൺട്രീസിനും എയർഫോഴ്സ് വേണ്ട എന്നൊരു സത്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ വി ഹാവ് വോൺ ദി വാർ. നമ്മൾ ബുർക്കിന ഫാസോനെ കീഴടക്കി. അവർക്ക് ഗോൾഡ് മൈനിങ് ആണ്. നമ്മൾ അവരുടെ ലോക്കൽ ആർമി കൂട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് നമ്മുടെ മിലിറ്ററി വേണമെങ്കിൽ കുറച്ച് കൂട്ടാം, അല്ലേ വേണ്ട. അപ്പോൾ വി ഹാവ് എൻഡിങ് അവർ യൂട്യൂബ് വീഡിയോ. അപ്പോൾ നമുക്ക് ആഫ്രിക്കയിൽ 11 രാജ്യങ്ങൾ ഒറ്റയുണ്ട്. സെൻട്രൽ അമേരിക്കയിൽ 3 രാജ്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളുടെ ആഫ്രിക്കയിൽ നമുക്കുള്ള രാജ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. നമ്മുടെ സെൻട്രൽ അമേരിക്കയിൽ നമുക്ക് ബ്രസീൽ, സുറിനാം, ഗയാന എന്നീ രാജ്യങ്ങളാണ് നമുക്കുള്ളത്. നമ്മുടെ എംപയറിൽ നമ്മൾ 16 രാജ്യങ്ങളെ കീഴടക്കി. 16. അപ്പോൾ വി ആർ എൻഡിങ് ദിസ് വീഡിയോ. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.